ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലാബ് ടെക്. ഇപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്റ്റൈലസ് പെന്നാണ്. സ്റ്റൈലസ് പെൻ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായി ആൻഡ്രോയിഡ് ഫോണുകളിലും അതുപോലെ തന്നെ ടാബുകളിലും ഒക്കെ ടച്ച് ചെയ്യാനായി ഉപയോഗിക്കുന്ന ഒരു തരം പെന്നാണ് സ്റ്റൈലസ് പെൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നതിൽ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്റ്റൈലസ് പെൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി നമുക്ക് ആദ്യം ആവശ്യമുള്ള സാധനം ഇതുപോലെ ഒരു പെന്നാണ് വേണ്ടത്. ഇതുപോലെ ഒരു ഫില്ലർ ഇല്ലാത്ത ഒരു പെന്നാണ് എടുക്കേണ്ടത്. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു കോപ്പർ വയറാണ് വേണ്ടത്. ഇതുപോലെ ഒരു ഇൻസുലേഷൻ ഉള്ള ഒരു കോപ്പർ വയറാണ് വേണ്ടത്. ഇനി അടുത്തതായി ഇതുപോലെ ഒരു പഞ്ഞിയും വേണം. ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം പഞ്ഞി വേണം. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും വേണം. ഇനി എങ്ങനെയാണ് സ്റ്റൈലസ് പെൻ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെയായി കോപ്പർ വയർ എടുക്കുക, അതിനുശേഷം പെന്നും എടുക്കുക. എന്നിട്ട് പെന്നിനേക്കാൾ കുറച്ച് നീളം കൂടുതൽ ആകുന്ന വിധത്തിലാണ് കോപ്പർ വയർ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പെന്നിനെക്കാട്ടും നീളമാകുന്ന വിധത്തിൽ ഞാനിപ്പോൾ ഇവിടെ കോപ്പർ വയർ കട്ട് ചെയ്യുകയാണ്. കോപ്പർ വയർ കട്ട് ചെയ്തു. അതിനുശേഷം ഒരു കഷ്ണം പഞ്ഞി എടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഞാനൊരു ചെറിയ കഷ്ണമാണ് പഞ്ഞി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചതിനു ശേഷം ചെറുങ്ങനെ ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. ഒന്ന് ചെറുതാക്കി ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. ചെറുതാക്കി റോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുറിച്ച് വെച്ച കോപ്പർ വയർ എടുത്ത് പഞ്ഞിയുടെ തുമ്പത്തായി ഇങ്ങനെ ചുറ്റി കൊടുക്കണം. പഞ്ഞിയുടെ ഈ തുമ്പ് വരുന്ന ഭാഗത്തായിട്ട് ഇങ്ങനെ നല്ലവണ്ണം ചുറ്റി കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ചുറ്റി കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ ചുറ്റി കൊടുക്കണം. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് ഒരു വിരൽ ഒന്ന് ചെറുതായി ഒന്ന് നനച്ചു കൊടുത്തതിനു ശേഷം ഈ പഞ്ഞിയിലേക്ക് ഈ വിരലിലുള്ള നനവൊന്നാക്കി കൊടുക്കണം. അതുപോലെ ഒന്ന് പഞ്ഞി ഒന്ന് നനച്ചു കൊടുക്കണം. ചെറുതായി ഒന്ന് നനച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്തതിനു ശേഷം ഇതുപോലെ ഒരു ഫില്ലർ ഇല്ലാത്തൊരു പെന്നെടുത്ത് അതിൻ്റെ ഈ മുൻപിൽ വരുന്ന ഈ ഭാഗം ഊരിയെടുക്കുക. ഇതുപോലെ ഊരിയെടുത്തതിനു ശേഷം ഈ കോപ്പർ വയർ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി കടത്തുക. എന്നിട്ട് ഇവിടെ തുമ്പത്തായി കോപ്പർ വയർ ഉറപ്പിച്ച് വെക്കണം. നല്ല രീതിയിൽ തന്നെ പഞ്ഞി ഉറപ്പിച്ച് വെക്കുക. അതിനുശേഷം ഈ മൂടിയുടെ ഇങ്ങനെ വരുന്ന ഭാഗം ഇതൊന്ന് കോപ്പർ വയർ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചതിന് ശേഷം പെന്നെടുത്ത് ഇവിടെ ഇങ്ങനെ മൂടി ഇട്ട് കൊടുക്കുക. പെന്നിട്ട് മൂടി കൊടുക്കണം. നല്ല രീതിയിൽ മൂടി കൊടുക്കുക. എന്നിട്ട് ഈ കോപ്പർ വയർ ഇങ്ങനെ പെന്നിൻ്റെ പുറത്തു കൂടി ഇങ്ങനെ വലിച്ചു നീട്ടണം. ഇതുപോലെ ഇങ്ങനെ നീട്ടി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ ബാക്കിലേക്കാക്കി വരുന്ന വിധത്തിൽ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കോപ്പർ വയർ കൊണ്ടുപോവുക. ഇതിൻ്റെ ഉള്ളിലേക്കാക്കി വെക്കുക കോപ്പർ വയർ. എന്നിട്ട് ബാക്കിലത്തെ മൂടിയെടുത്ത് ഈ ബാക്ക് ഭാഗം മൂടിയിടുക. അപ്പോൾ കോപ്പർ വയർ ഉള്ളിലേക്കാക്കി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകും. കോപ്പർ വയർ പുറത്തായിട്ടുണ്ടാകും ഇതുപോലെ. പിന്നെ പഞ്ഞി ഇവിടെയും ഉണ്ടാകും. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇത് അമർത്തി കൊടുക്കുക.
അപ്പോൾ നമ്മുടെ സ്റ്റൈലസ് പെൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നത് ഇപ്പോൾ എൻ്റെ ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റൈലസ് പെന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ടാബ് ഓണാക്കി. ഇനി ഇതാ ഈ കോപ്പർ വയർ വരുന്ന ഭാഗത്ത് വിരൽ നല്ലവണ്ണം അമർത്തി പിടിച്ചതിനു ശേഷം അൺലോക്ക് ചെയ്യുന്നു. ഇപ്പം ടച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുകയാണ്. ഇപ്പം കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ സ്റ്റൈലസ് പെന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്നതിൽ ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ദിസ് ഈസ് മീ അഭിനവ് സൈനിങ് ഔട്ട്.